കല്യാണം മുടങ്ങുന്ന വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ? പഠിക്കാൻ വിടണം. കൊല്ലണോ പഠിപ്പിക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയുന്നത്. പഠിക്കാൻ പോകില്ല എന്നൊക്കെ അത് പറയും. പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ പഠിക്കാൻ വിടണം. അങ്ങനെ നമ്മുടെ മാല് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന മാലുവിന് നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. വെറുതെ ഞങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അവിടെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ആ മേഴ്സി വരുന്നുണ്ട്. ആ തല്ലുള്ളി രാവിലെ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഇല്ല ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. മായൻകുട്ടി, ഇടാം ആർക്ക് വിടാം? ഏത് 500 മോന് വിടാം? ഇട്ടോളൂ. തെണ്ടിക്കൊള്ളം. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കൊള്ളം. എടാ, ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റിൽ കിടന്നാലും എന്റെ പോക്കറ്റിൽ കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇതിവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ ഓക്കെ. ഡ്രൈവർ വണ്ടി എടുക്ക. എന്റെ മോൾക്ക് എന്താണ് ഈശ്വര പറ്റിയത്? എന്താ എന്തിനാ അവള് കരയണേ? എന്താ എന്താ ആ എന്താ എന്താ ഉണ്ടായെന്ന് പറയൂ. എനിക്കെങ്ങനെ അറിയാൻ? ചോദിച്ചിട്ട് പറയണ്ടേ? മാലു എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറ മോളെ. നിന്നോടല്ലേ ചോദിക്കുന്നത്. എന്താ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിലെ മുഴുവൻ കുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. നാണും മാനം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. ആരാ നിന്നെ അപമാനിച്ചത്? ചോദിച്ചേട്ടല്ലേ ആരാ നിന്നെ മാനം കെടുത്തിയെന്ന്? വേറെ ആര്? അവൻ തന്നെ, ആ 500 മകൻ രാമഭദ്രൻ. ആ തന്നെ അങ്കാരം ഇന്നത്തോട് ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയ ആവേശമൊക്കെ? കേറി പോടാത്ത്. അമ്മേ, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ആനപ്പറയിലെ പെണ്ണത്തോട്ടായ അവന്റെ കളി. അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ടേ ഞങ്ങൾ വരൂ. നിങ്ങൾ വന്നേ. എടാ വെക്കടാ, കേറി പോവാനല്ലേ പറഞ്ഞത്? എടാ കേറി പോവാൻ. മതി, ഒരു പുന്നാരും വേണ്ട. അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത്. എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണവും ഇല്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ചോദിക്കാൻ പോയപ്പോ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചന്മാരെയൊക്കെ തടഞ്ഞത്? ബഹളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലേ? അച്ഛമ്മക്ക് ഇപ്പൊ അച്ഛമ്മയുടെ മക്കളാ വലുത്. ഞാനാരാ? എടി വണ്ടി, ഇത്രയും കാലമായിട്ട് ഈ അച്ഛമ്മേനെ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കണത്? എടി, ഇന്ന് അവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത്? എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിയന്മാരും ഒന്നുമല്ലല്ലോ, നിന്നല്ലേ. അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ? നീയേ. നീ തന്നെ പകരം ചോദിക്കണം. വക്കീല് പറഞ്ഞത് ശരിയാ. 500 തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിലെ ആണുങ്ങളില്ല. അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം. അവനെങ്ങനെയാ? സുന്ദരനാ? ആര്? ആ 500 മോൻ. ആ, ഞാനങ്ങ് നോക്കിയിട്ടില്ല. എന്നാ ഇനി നോക്കണം. നിന്നെ കൊണ്ട് കഴിയണമാതിരി ഒക്കെ നോക്കണം. അവനെ നീ വളച്ചെടുക്കണം. അച്ഛമ്മ എന്താ ഈ പറയണേ? ഞാൻ അവനെ പ്രേമിക്കണം? പ്രേമിച്ച കൊല്ലും ഞാൻ.
പ്രേമിക്കണ മാതിരി അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം. നീ പറഞ്ഞ അവൻ പോയി വെട്ടണം. 500 തല വെട്ടാൻ പറഞ്ഞ വെട്ടണം. നിന്റെ കല്യാണം മുടക്കിയതിന്, നിന്നെ അപമാനിച്ചതിന്, നീ കുടിച്ച കണ്ണീരിന്, അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കണം. ചോദിക്കൂ. എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പാരം ചോദിപ്പിക്കും. 22, 23, 24. എണ്ണെടുക്ക എണ്ണ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. രാമഭദ്ര, എന്തോന്നാടാ ചാവമേ? ഇട എഴുന്നേക്കാൻ. ആ പെണ്ണ് വരുന്നു. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാൻ എന്റെ മുണ്ട് എവിടെ? ഉണ്ടില്ലേ? അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ടുണ്ട്. എളുപ്പം. ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ? ഓ, ഐ സീ. നിക്കവിടെ. സോറി. അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി. സോറി. ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. അയ്യേ, പോക്കൃതം കാണിക്കരുത്. ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. എടി, മര്യാദക്ക് എന്നെ മുറിന്ന് പുറത്തിറങ്ങാൻ. അല്ലെങ്കിലും ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി. ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. പ്ലീസ്, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്. നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്. അതുകൊണ്ട് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവൾ എപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലടാ പോട്ടെ. ഇല്ല. അയ്യേ, അയ്യേ, പൊളപ്പ്. അയ്യേ.